Good afternoon. Good afternoon. 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 Good afternoon, Miss. Good afternoon. Okay. Prayer ആരാ ചെയ്യുന്നേ? ഞാനാ. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand. We will walk hand in hand. We will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. The whole wide world around, the whole wide world around, the whole wide world around someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. Then sign in ആരാണ്? ഞാനാണ് സൽമ. നമ്മള് പൗലോ കൊയ്ലോ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാണ്? അറിയോ? അതെ. പൗലോ കൊയ്ലോ എന്നാലും ലോകമൊന്നടങ്കമുള്ള വായനക്കാരെ പ്രചോദിപ്പിച്ച ഒരുപിടി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ബ്രസീലുകാരനാണ് അദ്ദേഹം. നമ്മളൊരു കാര്യം കേട്ടില്ലേ, നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ ലോകമൊന്നാകെ ഗൂഢാലോചന നടത്തും. അതുപോലെ തന്നെയാണ് പൗലോ കൊയ്ലോയുടെ കഥ. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ കൃതി ഏറ്റവും കൂടുതൽ തവണ വിവർത്തനം ചെയ്യപ്പെട്ടതിന്റെ പേരിൽ ഗിന്നസ് ബുക്കിൽ കയറിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം, അതായത് ബാല്യകാലമൊന്നും അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. കുറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അദ്ദേഹം ഈ നിലയിൽ, നല്ലൊരു നിലയിൽ എത്തിയത്. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ പ്രശ്നക്കാര് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളിൽ പലരും ഉണ്ടാവും അങ്ങനെ അത്തരം രക്ഷിതാക്കൾ, അതായത് മക്കളുടെ അഭിരുചികൾ തിരിച്ചറിയാൻ വൈകുന്നത്. അതായത് മക്കൾക്ക് ഒരു ആഗ്രഹമായിരിക്കും, മക്കളുടെ സ്വപ്നം, മാതാപിതാക്കളുടെ ആഗ്രഹം മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന ആയിരിക്കും മിക്കവരും. അതായത് മക്കളുടെ സ്വപ്നത്തിന് ചിറക് മുളപ്പിക്കാൻ അവർക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെയൊരു കഥയാണ് ഇവിടെ പൗലോ കൊയ്ലോയുടെ കഥ. അത് ചെറുപ്പം മുതലേ വലിയൊരു എഴുത്തുകാരനായി തീരാനായിരുന്നു കൊച്ചു പൗലോയുടെ ആഗ്രഹം, സ്വപ്നം. പക്ഷെ മാതാപിതാക്കൾക്ക് അതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എഴുത്ത് പോലെ അനിശ്ചിതത്വം നിറഞ്ഞൊരു മേഖല അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. മകന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ഉണ്ടായിരുന്നവർക്ക് അംഗീകരിക്കാനാവുമായിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം. അതായത് നിയമം പഠിച്ച് കൂടുതൽ സുരക്ഷിതമായ മേഖലയിലേക്ക് പോവാനായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് കുട്ടിയെ കൊണ്ടെത്തിക്കാനാണ് നമ്മളും ശ്രമിക്കുക. അതുപോലെ തന്നെ പൗലോ കൊയ്ലോയുടെ മാതാപിതാക്കളും ചെയ്തോളൂ. പക്ഷെ പക്ഷെ അവന്റെ ജീവിതം അത് മടുത്തു. ലഹരിക്ക് അടിമയായിട്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ അഭയം തേടി പലപ്പോഴും മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ അടക്കപ്പെട്ടു. അങ്ങനെ ആരോരും അറിയാതെ അസ്തമിച്ചു പോകുമായിരുന്ന പൗലോ കൊയ്ലോയുടെ ആ ജീവിതം. പക്ഷെ അദ്ദേഹം അതെന്ത് ചെയ്തു, തന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ അന്ത്യയാമങ്ങളിൽ എവിടെ വെച്ച് അദ്ദേഹത്തിന് ദൈവഹിതം കൊണ്ട് കരകയറാൻ അദ്ദേഹത്തിന് പറ്റി.
അതുപോലെ തന്നെ അഭിരുചികളിൽ നിന്ന് പറിച്ചു നടപ്പെടുന്ന എല്ലാവർക്കും അതുപോലെ പറ്റിയെന്ന് വരില്ല. വളർന്നു വരുന്ന നമ്മുടെയൊക്കെ മക്കൾക്ക് കാണും ഇത്തരം ചില അഭിരുചികളും. അവരോട് മനസ്സു തുറന്ന് അവരോട് സംസാരിക്കുക, നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന്. എത്ര തന്നെ സതുദ്ദേശത്തോടെയാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ അവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ അഭിരുചികൾ നമ്മൾ അറിയാൻ ശ്രമിക്കണം. നാം തെളിക്കുന്ന വഴിയിലൂടെ അവരെ നടത്തുന്നതിൽ തെറ്റില്ല, പക്ഷെ അവരുടെ സമ്മതത്തോടു കൂടിയും കൂടിയായിരിക്കണം. മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് അവരോടൊപ്പം അതിനുവേണ്ടി മാതാപിതാക്കളുടെ പിന്തുണ അത്യാവശ്യമാണ്. അവരോടൊപ്പം അതിനുവേണ്ടി ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ, നന്നായിട്ടിരുന്നു കേട്ടോ. അപ്പോ നിഹാൽ അൻവർ അങ്ങനെയാണോ പേര്? എന്താണ് പേര്? സൽമ. സൽമ എന്നാണ്. ഓക്കെ, അതെ, നന്നായിരിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി സൈൻ ഇൻ ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്യുന്ന ആളുകള് ലോകത്തെ സ്വാധീനിച്ച വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവരെ കുറിച്ച് പറഞ്ഞിട്ട് സൈൻ ഇൻ തുടങ്ങാം കേട്ടോ. അല്ലെങ്കിൽ സൈൻ ഇൻ തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം എല്ലാവർക്കും അത് കേൾക്കാനും അവരെ കുറിച്ച് അറിയാനും കൂടുതൽ എന്താണ് അതിനൊരു വഴിയൊരുക്കുന്നത്. അപ്പൊ ലോകത്തെ സ്വാധീനിച്ചത് ഏത് മേഖലയിൽ നിന്നുള്ളവരാവട്ടെ, ചിലപ്പോ കലാകായികം ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിലോസഫി ആ ഒരു മേഖലയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ എഴുത്തുകാരായിക്കോട്ടെ, ആരെയും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് കൂടുതൽ അറിയാനും സാധിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ, then thought of the day ആരാണ്? Bushra. You cannot change your future, but you can change your habits, and surely your habits will change your future. Dr. APJ Abdul Kalam. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കലോറിഫിക് നീഡ്സ് ആണ് മാം പറഞ്ഞത്. ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിക്കുന്ന ഫുഡിന്റെ കലോറി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാരും എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ? എഴുതി. വായിക്കാമോ ഓരോരുത്തരായിട്ട്? ഓക്കെ മാം. മാം ഒരു ദിവസത്തെയാണ് എഴുതിയത്. കാരണം എല്ലാ ദിവസവും ഡിഫറെന്റ് ഫുഡ്സ് കഴിക്കണോണ്ട് അതിന്റെയൊക്കെ കലോറി കണ്ടുപിടിക്കാൻ വിഷമായിരുന്നു. അപ്പൊ ഞാൻ സൺഡേ കഴിച്ചിട്ടുള്ള ഫുഡിന്റെ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. മോർണിംഗ് 6 AM 1 cup of tea without sugar, 60 calorie. 11 AM I had some snacks, 1 bowl of jackfruit chips, 150 calorie. For lunch I had 1 bowl of white rice, 350 calorie. 1 bowl of sambar, 260 calorie. 1 cup of curd, 70 calorie. And 2 pappadam. 1 pappadam 40 calorie, 40 plus 40 is equal to 80 calorie. 1 tablespoon mango pickle, 35 calorie. Evening 4 PM I had 1 cup of tea without sugar, 60 calorie, and 1 unniyappam, 90 calorie. Dinner 1 bowl of oats kanji, 350 calorie. Total 1455 calories total. In between I had 14 glasses of plain water, 0 calorie because plain water has no calorie. എല്ലാവരും കേട്ടല്ലോ ശ്രീലക്ഷ്മി വായിച്ചത്? ഇനി ബാക്കിയുള്ളവര് വായിക്കുക കേട്ടോ. ഞാൻ വായിക്കാം മാം. ഒരു ദിവസത്തെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് 3 ഇഡലി, 174 calories. 1 cup coconut chutney, 657 calories. 1 cup tea with milk, 40 to 120 calories. Milkന് 80 calories for a cup. Sugar approximately 32 calories for 1 to 2 teaspoon. പിന്നെ മിഡ് ഡേ ഹാഫ് സ്ലൈസ് ഓഫ് ആപ്പിൾ, 52 calories. ലഞ്ച് വൈറ്റ് റൈസ് ആണ് ഞാൻ കഴിക്കുന്നത്. വൈറ്റ് റൈസ് 1 cup, 175 calories. പയർ തോരൻ 150 calories. ഫിഷ് കറി 221 calories. ഈവനിങ് 1 cup black tea, 2 calories. 4 biscuits,
196 calorie. Night, same rice 170 calories, തോരൻ 150 calories, fish curry 221 calories. ഒരു ദിവസത്തെ ഞാൻ എഴുതിയേക്കുന്നത്. ഫുൾ ഡേ ഫുൾ വീക്കിൽ ഫുൾ എഴുതിയിട്ടുണ്ട്. ഇതിലൊക്കെ മിക്കവാറും സെയിം ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഫുൾ വായിക്കാത്ത. ആ ഇനി ആരാണ്? ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. ഓക്കെ. അല്ല വായിച്ചോ നിഹാൽ, വായിച്ചോ. Tea 32 calorie, 2 biscuit 80 calorie, masala dosha 800 calorie, chutney 32 calorie, apple 95 calorie, rice 300 calorie, fish curry 200 calorie, 1 medium piece of fish fry 90 calorie, vegetable thoran 70 calorie, 2 chapati 240 calorie, 1 cup of egg curry 390 calorie. Thank you. മസാല ദോശയുടെ കലോറി എത്രയാണ്? മസാല ദോശ 800 രണ്ടെണ്ണമാണ് 800 calories. 2 800. Yes. ഓക്കെ. Then അടുത്തത് പ്രത്യുഷ. ഒരു ദിവസത്തെയാണ്. 1 cup of tea without sugar 70 calorie. Breakfast idli with sambar 156 calorie. Then lunch 1 cup of ഞാൻ ബ്രൗൺ റൈസ് ആണ് കഴിക്കുന്നത്. ബ്രൗൺ റൈസ് തന്നെ 150 calorie പ്ലസ് ചിക്കൻ കറി 320 calorie പ്ലസ് കർഡ് 100 calorie 100 calories. Then mixed vegetable avial 200 calorie. സ്നാക്സ് പിന്നെ പപ്പായ ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് പപ്പായ ഒരു ചെറിയ പീസ് 55 calorie. ദെൻ ഡിന്നർ ചപ്പാത്തി 2 ചപ്പാത്തി, ഒരു ചപ്പാത്തിക്ക് 104 104 calorie ആണ്. 2 ചപ്പാത്തി കഴിച്ചു 208 208 calorie. ദെൻ മിക്സഡ് വെജിറ്റബിൾ കറി 200 calorie. നെക്സ്റ്റ് വൺ. ഇത്രയും പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ? ഞാൻ എഴുതിയിട്ടുണ്ട് മാഡം. ഞാന് മൊത്തത്തിലുള്ളതാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ കുറെ ഫുഡ് കഴിക്കണം. ഡെയിലി 1 കപ്പ് ചായ കുടിക്കാറുണ്ട്. ഷുഗർ ഇട്ടതാണ് കുടിക്കാറ്. അപ്പോൾ അതിൽ 74 കലോറി. പിന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോരോ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണ ഇതിനനുസരിച്ചിട്ട് നമുക്ക് കലോറിക്ക് ചേഞ്ച് വരും. ഇപ്പൊ നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കണതെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ചോറ് ആഡ് ചെയ്യും, അവിൽ ആഡ് ചെയ്യും തലേ ദിവസം അങ്ങനെ. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണ ഓരോരുത്തരുടെയും ഫുഡിന്റെ കലോറിക്ക് വ്യത്യാസം വരും, നമ്മൾ ആഡ് ചെയ്യണ അതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇഡ്ഡലിയാണ് കഴിക്കണതെങ്കിൽ നമുക്ക് 234 കലോറി. ഞാൻ ഇഡ്ഡലി ആണെങ്കിൽ എനിക്ക് 234 കലോറി. അത് പുട്ടാണെന്നുണ്ടെങ്കിൽ 261 കലോറി. പിന്നെ അതൊരു 2 പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 261 കലോറി. പിന്നെ ദോശ ഒരു 3ഓ 4ഓ ആണെന്നുണ്ടെങ്കിൽ 308 കലോറി. പിന്നെ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ചപ്പാത്തിക്ക് 175 കലോറി. പിന്നെ പൂരി ആണെങ്കിൽ അതൊരു 402 കലോറി ആയിട്ട് മാറും. അത് എണ്ണ ഉണ്ടാവുകൊണ്ടാണ്. പിന്നെ ഇടിയപ്പം നമ്മൾ ഈ നൂൽപുട്ടുണ്ടല്ലോ, അപ്പൊ അതിന് 307 കലോറി. പിന്നെ വെള്ളയപ്പം 288 കലോറി. പിന്നെ കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ, അത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്, അതിന് 336 കലോറി കിട്ടാറുണ്ട്. പിന്നെ മസാല ദോശ പുറത്ത് പോകുമ്പോഴാണ് കഴിക്കാറുള്ളൂ, അതിൽ ഒരു 218 കലോറി കിട്ടും നമുക്ക്. പിന്നെ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് മാഗി ഉണ്ടാക്കാറുണ്ട്, അതിന് ഒരു 309 കലോറി കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ കറികളായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കടലക്കറി ആണെന്നുണ്ടെങ്കിൽ ഒരു 110 കലോറി കിട്ടും. 1 കപ്പ് കടലക്കറിക്ക് 110 കലോറി. പിന്നെ ചെറുപയർ കറി ആണെങ്കിൽ ഒരു 183 കലോറി. പിന്നെ ഗ്രീൻ പീസ് കറിയാണെന്നുണ്ടെങ്കിൽ 157 കലോറി കിട്ടും. പിന്നെ സാമ്പാറാകുമ്പോൾ നമ്മൾ അതിൽ വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സാമ്പാറാണെന്നുണ്ടെങ്കിൽ ഒരു 120 കലോറി ആണെന്ന് തോന്നുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് കറി സ്റ്റൂ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അത് പൂരിക്കൊക്കെ ഉണ്ടാക്കും, അപ്പൊ അതിനൊരു 103 കലോറി കിട്ടും.
പിന്നെ ദോശയ്ക്ക് പിന്നെ നമ്മള് ചോറിനൊക്കെ സൈഡിലൊരു തേങ്ങാ ചട്നിയൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന് 61 കലോറി. ഇതൊക്കെ ഞാൻ എന്റെ ഫുഡിൽ ഉണ്ടാവാറുള്ളതാണ്, ഒരാഴ്ചയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ചപ്പാത്തിക്ക് മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. അതില് ഒരു കപ്പ് എഗ്ഗ്, പിന്നെ ഒരു കപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു 170 കലോറി കിട്ടും. പിന്നെ ചിക്കൻ കറിക്ക് നമുക്ക് ചിക്കൻ കറി സൺഡേ ഒക്കെ ഉണ്ടാവാറുള്ളൂ, ചിലപ്പോ എല്ലാ ആഴ്ചയൊന്നും ഉണ്ടാവാറില്ല. അപ്പോ ഒരു പീസ് ചിക്കനും നമുക്ക് ഒരു കപ്പ് കറിയാണെങ്കിൽ 163 കലോറി കിട്ടും. പിന്നെ റൈസ് ആണെങ്കിൽ വൈറ്റ് റൈസ് ആണ് കഴിക്കാറ്, അപ്പൊ അതില് ഒരു 216 ആണോ മേഡം? 216 ഒരു കപ്പ് റൈസിന് കിട്ടാറുണ്ട്. പിന്നെ ഇങ്ങനത്തെയും പച്ചക്കറികളൊക്കെ തന്നെയാണ് ഇതില് അധികവും. കറികൾ പച്ചക്കറികളുടെ ഒന്നും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഇത്രയൊക്കെയാണ് എഴുതിയിട്ടുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? ഞാൻ പറയാമോ? ഞാൻ ഇന്നലത്തെ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ പാടെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. ഗ്രീൻ ടീയുടെ കലോറി 3 ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും കടലയും രണ്ടും കൂടെ ചേർത്ത് 580 കലോറി വരുന്നുണ്ട്. പിന്നെ ഞാൻ ക്ലാസ്സിന് ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ബോട്ടിൽ ഫുള്ള് നന്നാരി സർബത്ത് കലക്കി ഞാനത് കുടിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് നന്നാരി സർബത്തിന് 50 കലോറി വരുന്നുണ്ട്. പിന്നെ ക്ലാസ്സിന് മുമ്പേ തന്നെ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്, ലഞ്ച് കഴിക്കും. അത് ബ്രൗൺ റൈസും സാമ്പാറും തൈരും ക്യാബേജ് തോരനുമാണ്. ബ്രൗൺ റൈസിന് 111 കലോറിയും സാമ്പാറിന് 150 കലോറിയും കേർഡിന് 70 കലോറിയും ക്യാബേജ് തോരന് 25 കലോറിയാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് 356 കലോറി വരുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ പാടെ ഞാൻ ഒരു ഗ്ലാസ് കുറേ മാങ്ങ ഉണ്ടല്ലോ, അതുകൊണ്ട് മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും. അതിന് ഒരു ഗ്ലാസ് ജ്യൂസിന് 250 കലോറിയാണ് വരുന്നത്. പിന്നെ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഒരു ഉഴുന്നുവടയും ഗ്രീൻ ടീയും വീണ്ടും ഞങ്ങൾ കുടിക്കും. ആ ഉഴുന്നുവടയ്ക്ക് 135 കലോറിയും ഗ്രീൻ ടീക്ക് സെയിം 3 കലോറിയാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ 138 കലോറി. നൈറ്റ് 3:30 ദോശ, ഗോതമ്പിന്റെ ദോശ 3-ന് നിർത്തണം എന്ന് കരുതും, പക്ഷെ 3:30 ആയി പോവും. അത് 280 കലോറി വരും. പിന്നെ അതിന്റെ കൂടെയുള്ള തേങ്ങാ ചട്നിക്ക് ദോശയേക്കാളും കലോറി കൂടുതൽ ചട്നിക്കാണ്, 300 കലോറിയാണ് വരുന്നത്. ഒരു ടേബിൾ സ്പൂൺ ചട്നിക്ക് 30 കലോറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 7 to 8, 10 ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 300 കലോറി വരും. ടോട്ടൽ 1657 കലോറി വരുന്നുണ്ട്. അപ്പോൾ ബോർഡറിലാണ് ഞാനുള്ളത്. നെക്സ്റ്റ് വൺ ആരാണ്? ഞാൻ പറയാം. ഒരു ദിവസത്തതാണ്. രണ്ടപ്പം 198 കലോറി, കടലക്കറി 293 കലോറി, ചോറ് ഒരു കപ്പ് ചോറ് 88 കലോറി, മീൻകറി 250 കലോറി, ബീട്രൂട്ട് തോരൻ 50 കലോറി, ചീനി 68 കലോറി, പിന്നെ ചായ 2 കലോറി, പിന്നെ 2 ചപ്പാത്തി 240 കലോറി, മീൻകറി 250 കലോറി, ടോട്ടൽ 1439 കലോറി. Okay, very good. Next one. എല്ലാവരോടും ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം. ഇനി ആരാണ് ചെയ്യുന്നേ? പറയുന്ന ആരാണ്? അറിയില്ല. വളരെ ചുരുക്കം പേരല്ലേ പ്രസന്റ് ചെയ്തുള്ളൂ. ഒരു ആക്ടിവിറ്റി തരുമ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റലാണ്. ഓക്കെ, നമ്മള് എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാരാഗ്രാഫാണ് പറഞ്ഞു വെച്ചത്? ഓർമ്മയില്ലേ? ഡയറ്ററി റിക്വയർമെന്റ്സ് ആണെന്ന് തോന്നുന്നു മിസ്സേ. എനിക്ക് ആ സമയത്ത് നെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നോണ്ട് എനിക്ക് അറിയില്ല, അതാന്ന് തോന്നുന്നു. ഡയറ്ററി റിക്വയർമെന്റ്സ് ഫുള്ള് പറഞ്ഞായിരുന്നോ? വേറെ ആരെങ്കിലും ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ?
ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കണ്ടത്. ഇതില് കാണുന്നത് ഇതിനെപ്പറ്റി പറഞ്ഞു. വെൽ ബാലൻസ്ഡ് ഡയറ്റ് പറഞ്ഞോന്ന് സംശയമുണ്ട്. ആ സെക്കൻഡ് അല്ല തേർഡ് പാരഗ്രാഫ്. തേർഡ് പാരഗ്രാഫ് അല്ലേ? ഓക്കെ. കലോറി കുട്ടികൾക്ക് വരുന്ന കലോറി ഒക്കെ പറഞ്ഞു അല്ലെ? 1690 കലോറിയാണ്. അതിനകത്ത് പ്രോട്ടീൻ 30 gram ആണ് പെർ ഡേ. അതൊക്കെ പറഞ്ഞായിരുന്നു അല്ലെ? പറഞ്ഞു. ഓക്കെ, അപ്പൊ തേർഡ് പാരഗ്രാഫ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് കുട്ടികൾക്ക് 5 or 6 ചെറിയ ഇടയ്ക്കിടയ്ക്കുള്ള ലഘു ഭക്ഷണങ്ങളായിട്ട് കൊടുക്കുക. അതായത് കുട്ടികൾക്ക് ഒരുമിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് പകരം 5 or 6 തവണകളായിട്ട് ഇടവേളകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാം. നമ്മള് ഒരു നേരം തന്നെ കുറെ ക്വാണ്ടിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അത് ന്യൂട്രീഷ്യസ് കണ്ടന്റ് ഉള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോഴാണ് കുട്ടികള് ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഓക്കെ, പല പല വെറൈറ്റീസ് എന്ത് ചെയ്യാം, നമുക്ക് ഫുഡില് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രീ സ്കൂളിൽ വെച്ച് തന്നെ കുട്ടികളുടെ ഫുഡ് പ്ലാൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതായത് നഴ്സറിയിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഒരു ഫുഡ് പ്ലാൻ എന്ത് ചെയ്യണം, പാരന്റ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് വെജിറ്റബിൾസ് ഒക്കെ കുട്ടികളിൽ എത്താൻ വേണ്ടിയിട്ട് ധാരാളം ട്രിക്കുകൾ ഉപയോഗിക്കുമല്ലോ. നിങ്ങൾ എന്തൊക്കെ ട്രിക്കുകളാണ് ഉപയോഗിക്കുന്നത്? തനിയെ ഇല്ലെങ്കിൽ ചോറിന്റെ കൂടെ ഇടവിൽ വെച്ച് ഉരുട്ടി അങ്ങ് കൊടുക്കും. എന്താണ്? ഞാൻ തനിയെ വെജിറ്റബിൾ കഴിക്കാൻ ബിരിയാണി പറയുമ്പോഴേ ഒരാള് പറയൂ, നിത്യ പ്രതീക്ഷ പറയൂ. അത് ഞാൻ അമ്മയോട് ചോദിക്കാം കേട്ടോ. നിത്യ ആദ്യം പറയൂ. തനിയെ കഴിക്കാൻ പറയാൻ നേരത്ത് കറികളൊന്നും അങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അല്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ചോറിന്റെ കൂടെ അവൻ തന്നെ കഴിപ്പിക്കാറില്ല. ചോറിന്റെ കൂടെ നമ്മൾ കറികളൊക്കെ ഇടയിൽ വെച്ചിട്ട് ഉരുട്ടി അപ്പൊ അറിയാതെ, അല്ലെങ്കിൽ കാണാൻ നേരത്ത് ഇഷ്ടമല്ലെന്ന് പറയും. അപ്പൊ കാണിക്കാണ്ട് അതിന്റെ ഇടയിലൊക്കെ വെച്ച് ഉരുട്ടിയൊക്കെയാണ് കൊടുക്കാറ് കറികള്, എല്ലാ കറികളും, ഏത് കറിയാണേലും. അതുകൊണ്ട് വീട്ടിലുള്ളപ്പോഴൊക്കെ രാവിലത്തെ ഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണം ഒക്കെ വാരി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. സ്കൂളിൽ പോകുമ്പോൾ മാത്രമാണ് തനിയെ കഴിക്കുന്നത്. വേറെന്തൊക്കെയാണ് വേറെന്തെങ്കിലും ട്രിക്കുകൾ ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെ അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ കുട്ടികളുടെ ഉള്ളില് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട്? പിന്നെ ഈ നിത്യ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം, ബാക്കിയുള്ളവരോട് ചോദിക്കാം കേട്ടോ. നിത്യ പറഞ്ഞോളൂ. ഈ നട്ട്സ് പോലെയുള്ള സാധനം ഒന്നും കഴിക്കാറില്ല. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതൊക്കെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിന്റെ കൂടെ അരച്ചങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാണ് അത് കഴിക്കാറ്. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല. അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, അപ്പൊ ഈ ഓട്സ് കഴിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് പാല് കുടിക്കാൻ മടിയുള്ളതുകൊണ്ട് ഓട്സിന്റെ അകത്ത് പാലൊഴിക്കും. അപ്പൊ കുഴപ്പമില്ല, അല്ലാണ്ട് പാല് കുടിക്കില്ല. അപ്പം പാലും അങ്ങനെ ഒഴിക്കും. പിന്നെ ഈ നട്ട്സ് ഐറ്റംസ് ഒക്കെ മിക്സിയിൽ പൊടിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അത് കഴിക്കാറ്. അല്ലാണ്ട് കൊടുത്താൽ കഴിക്കില്ല. അമ്പിളി പറഞ്ഞോളൂ കേട്ടോ. ഞാൻ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അതില് ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി, തക്കാളി, അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മള് ബിരിയാണിയുടെ ടേസ്റ്റില് ബിരിയാണിയുടെ പൗഡർ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ബിരിയാണി പൗഡർ ഇട്ടിട്ട് അങ്ങനെ ബിരിയാണിയുടെ പോലെ റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അത് ആദ്യം നമ്മളൊന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനോട് മിക്സ് ആയിട്ട് കിടക്കും റൈസിനോട്. അപ്പൊ അത് അവര് പുറത്തെടുത്ത് കളയാത്ത തരത്തില് അങ്ങനെ പരമാവധി ആഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ.
പിന്നെ വെജിറ്റബിൾസ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ നമ്മൾ ഐസ്ക്രീമിൽ അങ്ങനെ ഇതാക്കിയിട്ടിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ. പിന്നെ വെജിറ്റബിൾസ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊടുക്കാൻ പറ്റാറുള്ളൂ. ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കി കൊടുക്കും. മുട്ടയൊക്കെ ഇട്ട് വെജിറ്റബിളും എല്ലാം ഒക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ ഇട്ട് ആക്കിയിട്ട് കൊടുക്കും. അതുപോലെ ബ്രെഡിൽ സാൻഡ്വിച്ച് പോലെ വെജിറ്റബിൾ എല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കുരുമുളകും ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റി സാൻഡ്വിച്ച് പോലെ വെച്ച് കൊടുക്കും. ചീസ് ഉണ്ടെങ്കിൽ ചീസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കും. അങ്ങനെയാണ് ഇവിടെ കൊടുക്കാറ്. പിന്നെ വേറെ എന്തെങ്കിലും മാം എന്റെ മോന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ സ്റ്റിക്കി ആയിട്ടുള്ള, അതായത് ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിലും മാമ്പഴം അതൊക്കെ ഇങ്ങനെ ഇച്ചിരി ഒരു ഹാർഡായിട്ടുള്ളതല്ല, അവനെല്ലാം ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് തിന്നുന്ന ടൈപ്പുള്ള സാധനങ്ങളോടാണ് ഇഷ്ടം. ആപ്പിളൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ക്രിസ്പ് ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജ്യൂസ് ആക്കി കൊടുക്കും. പിന്നെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്നത്, പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ മിക്സഡ് തോരനെ പോലൊക്കെ ആക്കിയിട്ട് ചോറിൽ ഇളക്കി വെക്കും. അപ്പം ആ മിസ്സുമാരും ആന്റിമാരും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് അവരോടുള്ള ഇഷ്ടം കൊണ്ട് പേടി കൊണ്ടോ ആയിരിക്കും ചിലപ്പോൾ അത് കഴിക്കും. പിന്നെ വീട്ടിൽ പറഞ്ഞ പോലെ നിത്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ആള് കാർട്ടൂൺസ് ഒക്കെ കാണും. അപ്പം 4.5 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പൊ സ്പൈഡർമാനെയൊക്കെ ഇപ്പോഴാണ് ആൾക്ക് കുറച്ചൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നത്. അപ്പൊ ഇപ്പം കഴിക്കാൻ കൊടുക്കുന്നുണ്ട്, വീട്ടിൽ തന്നെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോ LKG-ലോട്ടാണ്, അപ്പം തന്നെ ഫുഡ് കഴിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറയും സ്പൈഡർമാൻ വലുതാകുമ്പോൾ സ്പൈഡർമാൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഫുഡൊക്കെ കഴിച്ചാലേ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കൊടുക്കുമ്പോൾ പറയുന്നത് അവിടെ മസിൽ വരും ഇവിടെ മസിൽ വരും സ്പൈഡർമാൻ ആവണമെങ്കിൽ. അപ്പം ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് എത്ര നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അവരുടെ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് അവരുടെ രീതികളും ഇഷ്ടങ്ങളും മാറുമല്ലോ. അതുവരെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയൊക്കെയാണ് ഇപ്പൊ പരീക്ഷിച്ച് നോക്കുന്നത്. ഇനി പറയട്ടെ, നിങ്ങള് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മോന് ഭക്ഷണം പൊതുവേ കഴിക്കാത്ത കുട്ടിയാണ്. അവന്റെ വെയിറ്റും അവൻ ഇരിക്കണ കണ്ടാലും എല്ലാവരും ചോദിക്കും ഇവന് ഭക്ഷണം ഒന്നും കൊടുക്കില്ലേ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ഏറ്റവും വിഷമം. കാരണം ഒരു അമ്മ എന്നുള്ള നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആണ് കൊടുക്കാൻ നോക്കുള്ളൂ. പക്ഷെ നമ്മൾ ഫെയിൽ ആയി പോണ കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ചുറ്റുമുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കിട്ടും, അങ്ങനെ കൊടുത്തൂടെ ഇങ്ങനെ കൊടുത്തൂടെ. പക്ഷെ ഇതൊന്നും ചില കുട്ടികളിൽ വർക്കാവില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് എന്റെ മോൻ. അപ്പൊ അവന് ഇഷ്ടമുള്ളത് ദോശ ഇഡലിയും മാത്രമാണ്. അവനിപ്പോ ഈ ചോറ് കൂട്ടാനൊന്നും കണ്ടവൻ കഴിക്കൂല. അപ്പൊ ഞാൻ അവന്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും എത്തിക്കണത് ദോശമാവിലൂടെയാണ്. അപ്പൊ നമ്മൾ റാഗിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റാഗി ആയിട്ട് കൊടുക്കണേക്കാൾ അത് മുളപ്പിച്ച റാഗിക്ക് അതിന്റെ എത്രയോ ഇരട്ടി അളവിൽ പ്രോട്ടീൻ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ റാഗി ആണെങ്കിലും ചെറുപയറാണെങ്കിലും വെള്ളക്കടലയാണെങ്കിലും കറുത്തക്കടലയാണെങ്കിലും ഇതൊക്കെ മുളപ്പിച്ച് ഇതിന് ശേഷം ഇപ്പൊ നമ്മൾ 4 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ഉഴുന്നാണ് എടുക്കണമെങ്കിൽ 4 ഗ്ലാസ് അരിക്ക് ഞാൻ 1 ഗ്ലാസ് ഉഴുന്നും ബാക്കി 1 ഗ്ലാസ് ഇതുപോലെ മുളപ്പിച്ച ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടാണ് എപ്പോഴും ദോശയ്ക്ക് അരയ്ക്കണത്. അപ്പൊ എന്തെങ്കിലും ഒരു ഗ്രെയിൻ ആ ദോശമാവിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇനി അങ്ങനെ ചെറുപയറൊന്നും കൂട്ടി അരയ്ക്കാത്ത ദിവസമാണെങ്കിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ദോശയുടെ കൂടെ അരയ്ക്കുക. അപ്പൊ ദോശമാവിന് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ എനിക്ക് എന്തവന് കൊടുക്കണോ അതൊക്കെ ഞാൻ മിക്കവാറും ഈ ദോശയുടെ കൂടെ അരച്ചിട്ടാണ് കൊടുക്കണത്. അപ്പൊ ദോശ കഴിക്കണ പോലെ തന്നെ ചട്നി കൂട്ടി അത് കഴിക്കും. അല്ലാതെ നമ്മളത് ചെറുപയറായിട്ടോ കടലയായിട്ടോ ഒന്നും കൊടുക്കാൻ നോക്കിയാൽ വർക്കൗട്ട് ആവില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. എനിക്കത് ഭയങ്കര സക്സസ് ആണ്. അതുപോലെ അവന്റെ വെയിറ്റ് കൂടിയിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ ചെറുപയറൊക്കെ ദിവസവും ഇങ്ങനെ കൊടുക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആദ്യം അംഗനവാടിയിൽ വിടുന്ന സമയത്ത് അവൻ നോർമൽ ആയിരുന്നില്ല. വെയിറ്റ് ഒരു 1.5 കിലോ 2 കിലോളം മറ്റു കുട്ടികളെ അപേക്ഷിച്ച് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ നോർമലായി. അപ്പൊ അവന് വേണ്ട വെയിറ്റിനേക്കാളും ഒരു 1 കിലോയോളം അധികം അവനുണ്ട്. എനിക്ക് എന്റെ ഒരു വിശ്വാസം, ഞാൻ ഇങ്ങനെ എല്ലാം ദോശയിൽ നമ്മൾ ഫോഴ്സ് ചെയ്യണ്ട കുട്ടികളെ. അവരെന്താണോ കഴിക്കണത് അത് കഴിച്ചോട്ടെ. നേരെ മറിച്ച് ഞാൻ അവനെ ഫോഴ്സ് ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ അവൻ ഇത്രയും കൂടി കഴിക്കൂലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്, അവന്റെ വെയിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ശ്രീലക്ഷ്മി നല്ല കാര്യം കേട്ടോ, നല്ല ബുദ്ധി ഉപയോഗിച്ച് ചെയ്തു അല്ലെ. അതുകൊണ്ട് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടുന്നുണ്ട്, വെയിറ്റ് കൂടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം മറ്റുള്ളവർ കേട്ടോ. പലരും പറഞ്ഞു ഇവിടെ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്.
അതായത് വെജിറ്റബിൾസ് കണ്ടൻസ് കൂടുതൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം ചെയ്യുന്നത് അല്ലെ, മിക്സ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ അത് കഴിക്കും, ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനകത്ത് വെജിറ്റബിൾസ് എടുത്ത് പെറുക്കി പാത്രത്തിന്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും, എന്നിട്ട് റൈസ് മാത്രം കഴിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചില അമ്മമാര് ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കാറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഫ്രൂട്ട് ക്രീം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ഹൽവ, അതായത് ക്യാരറ്റ് ഒക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ കൂടുതലായിട്ട് അതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ട് അത് ഹൽവ രൂപത്തിലാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിൽക്ക് ഷേക്ക്, ലസ്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ അത് കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുഡില് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മുളപ്പിച്ച, നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നമ്മള് ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ, പൾസസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് മുളപ്പിച്ച ധാന്യങ്ങളായിരിക്കണം കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. കാരണം ഇരട്ടി ന്യൂട്രീഷ്യസ് കണ്ടന്റ് ആണ് അതിനകത്ത് കിട്ടുന്നത്. സാധാരണ നമ്മളിപ്പോ പയർ കൊടുത്താലും കടല കൊടുത്താലും അതിൽ നിന്നൊക്കെ ഇരട്ടി ഡബിൾ ആയിട്ടുള്ളൊരു എന്താ പറയാ എനർജി അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് കണ്ടന്റ് കിട്ടുന്നുണ്ട്, മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് രോഗം വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടിയുടെ അസുഖത്തിനെ ആശ്രയിച്ചിട്ടായിരിക്കണം നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത്. കുട്ടിക്ക് ചിലപ്പോൾ പനിയായിരിക്കാം, അല്ലെങ്കിൽ ചുമയായിരിക്കാം. ആ സമയത്ത് കുട്ടിക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഏതാണോ, അല്ലെങ്കിൽ ആ ഒരു രോഗത്തിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റം ഏതാണോ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പനിയൊക്കെ വരുമ്പോൾ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറയുന്നത് കഞ്ഞിയാണ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയുക ലിക്വിഡ് ഫോമിലുള്ള ജ്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാനായിട്ട് കൂടുതലും പറയാം. അതായത് ഡൈജഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും രോഗം വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ രോഗത്തിനനുസരിച്ചിട്ട് വേണം നമ്മള് രോഗം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പം എന്റെ മോൻ ഈ പറഞ്ഞ ഫുഡ് കഴിക്കാൻ ശ്രീലക്ഷ്മിയുടെ മോൻ ദോശ ഇഡ്ഡലി അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി വരുമ്പോൾ ഞാൻ ആസ്റ്ററിലെ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, രഞ്ജിത്ത് ജോസഫ് എന്ന് പറഞ്ഞിട്ട്, ഡോക്ടറിനെയാണ് ഞാനപ്പം സജസ്റ്റ് ചെയ്തിരുന്നത്. അതിന് മുമ്പ് നാരായണൻ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു മാമങ്ങളുടെ. അപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യം, കുഞ്ഞിക്കുട്ടികൾ കുറച്ചുകൂടി നമ്മള് പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു കാര്യമാണ്, പനിയുള്ളപ്പം അങ്ങനെ ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് മാത്രമേ, ശരിയാണ് ബോഡി ഇത് ഉള്ളത് കൊണ്ട് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ എനിക്കൊന്ന് കൂടുതലും ഡോക്ടേഴ്സ് പറയുന്നത് കുട്ടിക്ക് എന്താണോ ഇഷ്ടം, അതായത് ഇപ്പം മുട്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മോന് മുട്ട എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഇതാണ്. അപ്പം ആൾക്ക് മുട്ട ഉണ്ടെങ്കിൽ ചോറുണ്ടോളും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ പനിയുള്ള സമയത്ത് അത് കൊടുക്കാൻ മടിയാന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും അതൊരിക്കലും, ശരിക്കും അവര് ഇങ്ങനെ ഈ നോർമൽ പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും അവർ കളിക്കുന്ന വലിയ ആൾക്കാരെ കൂട്ടല്ല, അവരെപ്പോഴും റെസ്റ്റ് ഇല്ല, ഇച്ചിരി ഒരു ഇതായി കഴിയുമ്പോൾ അവര് ഓടി കിടന്ന് കളിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ കുട്ടിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതിനൊരു ബോർഡർ ലൈൻ ഒന്നും വെക്കരുത്. പനിയുള്ള സമയത്ത് ഇന്നതേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സാധനം മാത്രമേ കൊടുക്കുന്നുള്ളൂ, അങ്ങനെ പറയരുത്. അവർക്ക് എന്താണോ ഇഷ്ടം എന്ന് വെക്കുന്നത് അത് തന്നെ നിങ്ങൾ കൊടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പനി വന്നാലും ജസ്റ്റ് അങ്ങനെ ഒന്നും നോക്കാറില്ല. കാരണം അവൻ എന്താണ് ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ. ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇഷ്ടമുള്ള ഫുഡ് എന്താണോ അത് കൊടുക്കാൻ പറയുന്നുണ്ട്. ശരിയാണ് പറഞ്ഞത്, ഡോക്ടേഴ്സ് ഇപ്പൊ അങ്ങനെയാണ് കൂടുതലും പറയാം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിൽ നമ്മൾ ഏറ്റവും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കണ്ടീഷൻ മോശമായിരിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ദഹിക്കുന്നതും അതുപോലെ ഹൈ ന്യൂട്രീഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ചെറിയ സാധാരണ ഭക്ഷണം നൽകാനായിട്ട് ശ്രമിക്കണം. എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് കുട്ടിക്ക് കൊടുക്കണം. സാധാരണ ലഘുഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അസുഖമുള്ള സമയത്ത് കുട്ടി ഒരിക്കലും പട്ടിണി കിടക്കാനായിട്ട് പാടില്ല. കാരണം ധാരാളം ടാബ്ലറ്റ്സ് മെഡിസിൻസ് ഒക്കെ കുട്ടികളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഒരു സമയമാണ്. അപ്പോ അത് അത്രയും മരുന്നുകളൊക്കെ ചെല്ലുമ്പോൾ കുട്ടിയുടെ ബോഡിക്ക്
എന്താ പറയാ ഒരു ശക്തി വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുട്ടിയെ നമ്മൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നോക്കണം. ഒരിക്കലും കുട്ടിയെ എന്ത് ചെയ്യരുത്, പട്ടിണി കിടത്താനായിട്ട്. കുട്ടി ചിലപ്പോൾ പറയും അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, വായിക്ക് കഴിക്കുന്നുണ്ട്, അങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കാം. പക്ഷെ ഒരിക്കലും കുട്ടിയുടെ എന്തെങ്കിലും കുറച്ചെങ്കിലും ഭക്ഷണം എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ കുട്ടിക്ക് കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ചിലപ്പോൾ ഡോക്ടർ പറയാം ഇന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അത് ഓരോരോ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ രോഗത്തെ ആശ്രയിച്ചിട്ട് പറയും ഇന്നത് കൊടുക്കാൻ പാടില്ല, ഇന്നത് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ പറയുമായിരിക്കും. അപ്പൊ ഡോക്ടർ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യുന്നതും കാര്യമാണ്. ഓക്കെ, അതാണ് ഡയറ്ററി റിക്വയർമെന്റ്സിൽ 3rd പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അതർ ഫുഡ് ഹാബിറ്റ്സ് ആണ് നിങ്ങൾ റീഡ് ചെയ്യുക, മൈൻഡിൽ റീഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ അറിയാവുന്നവർ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അതർ ഫുഡ് ഹാബിറ്റ്സ് മീൻസ് നിങ്ങൾക്ക് അറിയാലോ, മറ്റ് ഭക്ഷണ രീതികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും സ്ട്രോങ് ഫ്ലേവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് സ്മെല്ലുള്ളതും അതുപോലെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള എരിവ് പുളിയൊക്കെ അധികമായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി
ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ വല്ലാതെ തണുത്ത ഫുഡുകളും വല്ലാതെ ചൂടുള്ളതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു മിതമായ രീതിയിൽ ഇളം ചൂടുള്ള ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ഭക്ഷണം തയ്യാറാക്കാൻ. നമ്മുടെ ഇഷ്ടം അവരിൽ അടിച്ച് ഏൽപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ അവരെ ഫോഴ്സ് ചെയ്ത് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക. അതൊരു പണിഷ്മെന്റ് ആക്കി മാറ്റാതെ, അല്ലെങ്കിൽ ലഞ്ച് ടൈം ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയാലും അടി ഇടി ബഹളം കരച്ചിൽ ഇതൊക്കെ ഇല്ലാതെ വളരെ കാമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്, കുട്ടികൾ സന്തോഷത്തോടെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും കുട്ടികൾക്ക് ഒരു 2-3 വയസ്സ് പ്രായത്തില്. അപ്പോ ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ഉണ്ടാക്കി കൊടുക്കുകയും പിന്നെ ആവശ്യമില്ലാതെ അവരെ ഫോഴ്സ് ചെയ്യാതെ, കുട്ടിക്ക് എപ്പോഴാണോ നന്നായിട്ട് വിശക്കണത് ആ വിശക്കണ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ അത് കഴിക്കും. അതുപോലെ അവരെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ അവർ തന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വായിൽ വെച്ച് കൊടുക്കണേക്കാളും അവർക്ക് കഴിക്കാൻ ഇഷ്ടം തന്നെ കഴിക്കണതായിരിക്കും. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നിലത്തൊക്കെ കളയുമെങ്കിലും ഇൻഡിപെൻഡന്റ് ആവാൻ അത് സഹായിക്കും. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചൂസ് ചെയ്യാനും തന്നെ കഴിക്കുന്നത് വഴി പറ്റും. അതുപോലെ ഇപ്പൊ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കുറവ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇടയിൽ ഒരു സ്നാക്ക് പോലെ കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പൊ ലഞ്ച് നന്നായിട്ട് കഴിച്ചില്ല എന്നൊരു വറി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്കിപ്പോൾ ഒരു നട്ട്സ് കൊണ്ടുള്ള ലഡുവോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലാതെ ജങ്ക് ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കണേക്കാളും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കുക. പിന്നെ കുട്ടികളെ പണിഷ് ചെയ്യുക, കഴിച്ചില്ലെങ്കിൽ അടി കിട്ടും അങ്ങനെയുള്ള രീതിയിൽ പേടിപ്പിച്ചോ പണിഷ് ചെയ്തോ നമ്മൾ ഫുഡ് കഴിപ്പിക്കാതിരിക്കുക. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം ഡിന്നർ ഒന്നും കഴിച്ചില്ലെങ്കിലും നമുക്ക് അത്രയ്ക്ക് കുഴപ്പമില്ല, കുട്ടികൾ ഉറങ്ങണോണ്ട് അവർക്ക് അത്ര എനർജിയുടെ ആവശ്യമില്ല. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മൊത്തം കുട്ടികളുടെ എനർജി തീരുമാനിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് പാരന്റ്സ് പ്രത്യേകം കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് ആ ഫാമിലിയുടെ ബോണ്ടിങ്, അല്ലെങ്കിൽ എല്ലാവരും കഴിക്കുമ്പോൾ അത് കണ്ടിട്ട് കഴിക്കാനുള്ള ഒരു തോന്നലൊക്കെ വരുള്ളൂ. ഇപ്പൊ എല്ലാവരും ഫോൺ കൊടുത്തിട്ടും അല്ലെങ്കിൽ TV വെച്ച് കൊടുത്തിട്ടും ഒക്കെയാണല്ലോ കഴിക്കുന്നത്. അത് മാറ്റിയിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ചിലപ്പോൾ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണെങ്കിൽ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ, നമ്മൾ അതിന്റെ കളറും അതിന്റെ ഷേപ്പും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലും കുട്ടികളെ അട്രാക്ട് ചെയ്യണ രീതിയിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും വൃത്തിയായിട്ട് കൈ കഴുകാനും ഹൈജീൻ ആയിട്ടുള്ള ഹാബിറ്റ്സ് അവരെ ചെറുപ്പം മുതലേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ കുട്ടികളിൽ ഭക്ഷണം ഷെയർ ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിയെടുക്കുക. ഒരുപാട് ഫുഡ് വിളമ്പിയിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം വേണ്ടാത്ത ഫുഡ് നമ്മുടെ കസിൻസിനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവരെ നമുക്ക് ഷെയറിങ് ഹാബിറ്റ് കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞതാണ് പാരാഗ്രാഫില് പറയുന്നത്. ഞാൻ അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. സ്ട്രോങ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഫുഡുകള്, സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് എന്നിവ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കേട്ടോ. സ്ട്രോങ് ഫ്ലേവേഴ്സ്, അതായത് നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഫ്ലേവേഴ്സ് അടങ്ങിയ ഫുഡുകളാണ്. അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ കുട്ടിയുടെ ഇഷ്ടക്കേടുകൾക്കനുസരിച്ചിട്ട് ഭക്ഷണം നമ്മൾ തയ്യാറാക്കണം. ഓക്കെ, അവൻ എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ അവൾക്ക് എന്താണ് ഇഷ്ടം അത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ കുട്ടിയെ ഒരിക്കലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് പാടില്ല. ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യരുത്, കുട്ടികളെ ഭക്ഷണം ഒരിക്കലും കഴിപ്പിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുട്ടിയെ ശാന്തനായിട്ട് ഇരുത്താനായിട്ട് ശ്രമിക്കണം. അതായത് പല രീതിയിൽ നമ്മളിപ്പോ മൊബൈലോ TVയോ അതൊക്കെ വെച്ച് കൊടുക്കുന്നതിന് പകരം പല മെത്തേഡിലൂടെ എന്ത് ചെയ്യാം, കുട്ടിയെ നമുക്ക് ശാന്തനായിട്ട് ഇരുത്താൻ അല്ലെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മീൽസിനിടയ്ക്ക് ചെറിയ ഇടവേളകളിൽ ന്യൂട്രീഷ്യസ് കണ്ടന്റുള്ള
ഫുഡ് ഐറ്റംസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ധാരാളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ഉള്ള ഫുഡ് ചെയ്യാം. അതായത് ഇടയ്ക്കുള്ള നേരങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ജങ്ക് ഫുഡ് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. വളരെയധികം മധുരമുള്ള ഭക്ഷണങ്ങള് എന്നിവ എന്ത് ചെയ്യരുത്, പറയാനായിട്ട് പാടില്ല. ഓക്കെ, അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടില് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണല്ലോ. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല് കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒബിസിറ്റി, അമിതവണ്ണം ഉണ്ടാവാം. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി, പ്രതിരോധശേഷി കുറവുണ്ടാകാം. ഇതാണ് നമ്മുടെ നാട്ടില് കുട്ടികൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് അഥവാ വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഒബിസിറ്റി അഥവാ അമിതവണ്ണം, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസി. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുട്ടികളെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് കുട്ടികൾ പോഷകക്കുറവ് നേരിടുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണ ദൗർബല്യം, അല്ലെങ്കിൽ എന്താണ് ഫുഡ് കിട്ടാത്തതല്ല നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, മറിച്ച് അവയർനെസിന്റെ കുറവാണ്. നമ്മളിപ്പോ നോക്കിയാൽ അറിയാം, നമ്മൾ കൊച്ചു കേരളത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, പട്ടിണി കിടക്കുന്നില്ല, അല്ലെ? അതായത് സർക്കാർ വകയായിട്ടും അതുപോലെ തന്നെ പല പല സംഘടനകൾ ഉപയോഗിച്ച് പാവപ്പെട്ട ആളുകൾക്കും കുട്ടികൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്, ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ആരും എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ പട്ടിണി കിടക്കുന്നില്ല. മറിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങൾ എടുത്ത് ഭിക്ഷ എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഒരു എന്താ പറയാ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടില് ഇല്ലെന്ന് തന്നെ പറയാം. ഉണ്ടാവാം, പക്ഷെ അത് നോർത്ത് ഇന്ത്യൻ, അതായത് അന്യ സംസ്ഥാനത്തുള്ള ആളുകളും അവരുടെ ഫാമിലീസ് ഒക്കെയാണ് ഭിക്ഷ ചോദിച്ചു വരുന്നതും അല്ലെങ്കിൽ സഹായം ചോദിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ പൊതുവെ എന്ത് ചെയ്യാറില്ല, ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യാറില്ല, യാചിക്കാറില്ല. നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ മലയാളികൾ ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ പക്ഷെ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം, എന്താണ് അവയർനെസിന്റെ കുറവാണ്. ശരിയായിട്ടുള്ള ഒരു ബോധവൽക്കരണം, എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കേണ്ടത്. ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫിലാണ് ജീവിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഫുഡ് കഴിക്കും, ബേക്കറിയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെ കുട്ടികൾക്ക്. അപ്പൊ ആ ഒരു അവയർനെസിന്റെ കുറവാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കാം, നട്ട്സ് കൊടുക്കാം, എഗ്ഗ് കൊടുക്കാം, ബനാന കൊടുക്കാം. ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് നമ്മൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഉച്ചയ്ക്ക് ആവുമ്പോൾ ചോറ്, പയറ്, പലതരം കറികള്, അതായത് തോരനോ ഫിഷ് കറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തി കൊടുക്കാം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ആയിരിക്കരുത് എന്ത് ചെയ്യേണ്ടത്, ഫുഡ് കൊടുക്കേണ്ടത്. പല ദിവസങ്ങളിൽ പല പല വെറൈറ്റീസ് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇന്നൊരു ദിവസം പുട്ടും കടലയുമായിരുന്നെങ്കിൽ നാളെ പുട്ടും കടല, മറ്റന്നാൾ പുട്ടും കടല, ഇങ്ങനെ കുട്ടികൾക്ക് ഒരേ ദിവസം തന്നെ അതായത് ഒരുപോലുള്ള ഭക്ഷണം നമ്മൾ എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴും മടുപ്പ് തോന്നും. അപ്പൊ എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കളറ്, സ്മെല്ല്, ഫ്ലേവർ ഇവയൊക്കെ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ കുട്ടികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നാച്ചുറൽ ആയിട്ട് ഇപ്പോ ബീട്രൂട്ട് ഒക്കെ നമ്മൾ അരച്ച് ചേർത്ത് ദോശമാവിൽ അരച്ച് ചേർക്കുമ്പോൾ അതിന്റെ റെഡ് കളറാണ് ഉണ്ടാവുക അല്ലെ. അത് കൂടുതൽ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവും. അങ്ങനെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ സ്മെല്ലും അതുപോലെ തന്നെ കളറും ഒക്കെ എന്ത് ചെയ്യാം കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന തരത്തില് ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്മുടെ ഈ ഒരു ലെസൺ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ലെസൺ? ഈസി ആയിരുന്നു നിങ്ങൾക്ക്? അതെ മാം, ഈസി ആയിരുന്നു. കണക്ട് ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ.
അപ്പൊ ഞാൻ ഇതിന്റെ മോക്ക് ടെസ്റ്റ് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും അസൈൻമെന്റ് തന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല മാം. തന്നിട്ടില്ല അല്ലെ? ഓക്കെ. അതായത് അസൈൻമെന്റ് ചെയ്യേണ്ടത് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് എഴുതുക, അതിനുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് എഴുതുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മള് ഓറഞ്ച് എടുത്തു, ഓറഞ്ചിലുള്ള വൈറ്റമിൻ ഏതാണ്? സി. ഓക്കെ. അപ്പൊ ഓരോ ഫുഡ് ഐറ്റംസിലും നമ്മളത് ഫ്രൂട്ട്സ് എടുക്കാം, വെജിറ്റബിൾസ് എടുക്കാം, അതിന്റെ പാൽ എടുക്കാം, എഗ് എടുക്കാം, അതിനകത്തുള്ള വൈറ്റമിൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് കണ്ടന്റ് നിങ്ങൾ എഴുതുക. എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതായത് നമ്മളിപ്പോ ഒരു ഓറഞ്ച് ആണ് എന്താ പറയാ ഓറഞ്ചിന്റെ വൈറ്റമിൻ ആണ് എഴുതുന്നെങ്കിൽ ആ ഓറഞ്ചിന്റെ പിക്ചർ ഒന്ന് വരയ്ക്കാനോ അല്ലെങ്കിൽ ഒട്ടിക്കാനോ ശ്രമിക്കുക. ഓക്കെ. പിക്ചർ കൂടുതൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് എഴുതാം, വെജിറ്റബിൾസിന്റെ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചാർട്ടിൽ എഴുതിയാലാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് ബുക്കിൽ എഴുതിയാൽ ചിലപ്പോ സ്ഥലം തികഞ്ഞെന്ന് വരില്ല, അതുകൊണ്ട് ചാർട്ടിൽ എഴുതാം. ഓക്കെ. ഞാനപ്പോ ടോപ്പിക്ക് ഞാൻ കൊടുത്തേക്കാം, ഈ ആഴ്ച തന്നെ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഇടണ്ട, അതായത് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. സമയം തരാം കേട്ടോ. മാം എത്ര മിനിമം എത്ര നമ്പർ വേണം എന്ന് അങ്ങനെ ഉണ്ടോ? എത്ര ഫുഡ് ഐറ്റംസ് മിനിമം വേണം? ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചെയ്യാം. അങ്ങനെ എണ്ണം ഒന്നും പറയുന്നില്ല കേട്ടോ. ഒരു ചാർട്ടിൽ കൊള്ളാവുന്ന അത്ര മാക്സിമം അത്രയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ? മതി, ഒരു ചാർട്ടിൽ മതി. ഓക്കെ. വിറ്റാമിൻസും കാലോറീസും ഉൾപ്പെടുത്തണം അതില് നമ്മള്? വേണ്ട, വൈറ്റമിൻ ഏതെന്ന് മാത്രം എഴുതിയാൽ മതി. ഫുഡ് ഐറ്റം. ഓക്കെ. അപ്പൊ അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ടോപ്പിക്ക് കൊടുത്തേക്കാം, ഈ ആഴ്ച കൊടുത്തേക്കാം. നിങ്ങൾ 2 ആഴ്ച സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ. ഒരു 15 ആവുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 15th നെക്സ്റ്റ് മന്ത്. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. മാം ഒരു ചാപ്റ്ററിൽ 2 അസൈൻമെന്റ് ആണോ ഉള്ളത്? എന്താ? ഒരു ചാപ്റ്ററിൽ 2 അസൈൻമെന്റ് ആണോ ഉള്ളത്? ഒരു ചാപ്റ്ററിൽ 2 അസൈൻമെന്റ് ആണോ? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. അങ്ങനെ നിർബന്ധമില്ല. ചില ചാപ്റ്റേഴ്സ് തരാം, ചിലപ്പോൾ തരും. അതായത് ടോപ്പിക്കിനെ ചെയ്തിരിക്കും. ശരി. ഓക്കെ. അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. നമുക്ക് അശ്വതി മാം ജനിക്കുമ്പോൾ തുടങ്ങിയ ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നമ്മള് എല്ലാം ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ട ഡയറ്ററി റിക്വയർമെന്റ്സിനെയും അതർ ഫുഡ് ഹാബിറ്റ്സിനെയൊക്കെ കുറിച്ചിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്തത്. ഇതെല്ലാം നമ്മളെല്ലാം അമ്മമാരായതുകൊണ്ട് എല്ലാം നമ്മുടെ മക്കളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി ഈ ലെസൺ. അപ്പം ഞാൻ നമ്മുടെ മരിയ മോണ്ടിസോറിയുടെ തന്നെ ഒരു കോട്സ് പറഞ്ഞിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. The quotes ഇങ്ങനെയാണ്: The greatest sign of success for a teacher is to be able to say, the children are now working as if I did not exist. അതായത് ഒരു നല്ല ടീച്ചറിന്റെ ഏറ്റവും നല്ല ഗുണം, ഒരു ടീച്ചറാണ് എന്ന് ഞാനൊരു നല്ല ടീച്ചറാണെന്ന് ഒരാൾക്ക് പറയാൻ, നമ്മളെ പോലുള്ളവർക്ക് പറയാൻ പറ്റുന്നത് നമ്മളുടെ അസാന്നിധ്യത്തിൽ പോലും ആ കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും വെല്ലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അതാണ് ഒരു ടീച്ചർ എന്ന് പറയാൻ ഏറ്റവും നമ്മളെ സാറ്റിസ്ഫൈഡ് ആക്കുന്നതും നമ്മളെ അതിനുള്ള ഒരു ഇതാക്കുന്നതും ഒക്കെ ആ ഒരു രീതിയാണ്. അപ്പം നമുക്കിപ്പോ നമ്മുടെ അശ്വതി മിസ് പറഞ്ഞു തരുന്നതും അതേ ഒരു രീതിയിലാണ് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നതും. നമ്മളെല്ലാവരും അതേപോലെ ഈ 65 സ്റ്റുഡൻസോളം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ബാച്ചില്. അപ്പൊ ഇവർക്കെല്ലാം അതേപോലത്തെ ഒരു ടീച്ചർ ആവാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന്
എല്ലാവർക്കും. അതേപോലെ തന്നെ ഇന്ന് കാലറീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതെല്ലാവരും കുറെ പേര്, ശ്രീലക്ഷ്മിയൊക്കെ നന്നായിട്ട് ചെയ്തു. അമ്പിളി, ശ്രീലക്ഷ്മി, മൃദുല ഇവരൊക്കെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. അപ്പം ചെയ്യാൻ പറ്റാത്തവർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചെയ്യാൻ പറ്റാത്തത്. അപ്പം അവർക്കും എല്ലാം പ്രത്യേകം താങ്ക്സ്. മിസ്സിനും പ്രത്യേകം താങ്ക് യു. അപ്പം ഇതോടുകൂടി ഈ ഒരു നമ്മുടെ മരിയ മോണ്ടിസോറി തന്നെ പറഞ്ഞ ഒരു കോട്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇതോടുകൂടി നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒന്നും കൂടെ താങ്ക് യു പറയുന്നു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എനിക്ക് ചെറിയൊരു ചുമ കഫക്കെട്ടൊക്കെ ഉണ്ട്, സംസാരിക്കുമ്പോ ശരിയാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മിസ്.